വീഡിയോ യാക്കോബിന്റെ ലേഖനത്തിൽ ക്രിസ്തു എപ്രകാരം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ പ്രായോഗിക ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരെയും പൊതുജനത്തെയും ഉപദേശിച്ചത് ന്യായപ്രമാണത്തെ അനുസരിക്കുവാനാണ്, അതിനെ ലംഘിക്കുവാനല്ല. എന്താണ് ഈ ന്യായപ്രമാണത്തിന്റെ സാരാംശങ്ങൾ? ന്യായപ്രമാണത്തിൽ പറയപ്പെടുന്ന എല്ലാ ആവശ്യകതകളും ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ വർത്തിക്കണമെന്ന് ക്രിസ്തു നിർദ്ദേശിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം എപ്രകാരമോ അപ്രകാരം ജീവിതവുമായിരിക്കണം എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. വിശ്വാസവും പ്രവൃത്തിയും പരസ്പരം പൊരുത്തപ്പെട്ടു പോകണം എന്ന് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചു. നിങ്ങൾ ഒരുവന് വലിയ വിശ്വാസമുണ്ടെന്ന് പറയുകയും അതേസമയത്ത് അത് പ്രവൃത്തിയിൽ വെളിപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബ് പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള വിശ്വാസം നമുക്ക് പ്രദാനം ചെയ്യുന്നവനാണ്. യാക്കോബിന്റെ ലേഖനം നമ്മെ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പ്രസംഗത്തിന് ഒത്തവണ്ണം പ്രവർത്തിക്കുന്ന, വിശ്വാസത്തിന് ഒത്തവണ്ണം അവ പ്രവൃത്തിയിൽ പ്രായോഗികമാക്കി കാണിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ നിഴൽ എന്ന നിലയിലാണ് കർത്താവായ യേശു യാക്കോബിന്റെ ലേഖനത്തിൽ വെളിപ്പെടുന്നത്. അതായത് ഒരു വ്യക്തിക്ക് എപ്രകാരം ഈ ഭൂമിയിൽ യഥാർത്ഥമായ ഒരു ജ്ഞാനിയായി അല്ലെ യഥാർത്ഥമായ ഒരു വിശ്വാസിയായി ജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ആദരവും അവന്റെ പ്രവൃത്തിയും പരസ്പര പൂരകമായി പൊരുത്തപ്പെട്ടു പോകുന്ന ജീവിതശൈലി ഉണ്ടാകണം എന്നാണ് ഇവിടെ ഈ യാക്കോബ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതും അതുതന്നെയാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന ഇടുന്നു. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയും എന്ന് കർത്താവ് പറഞ്ഞു. സ്നേഹം പ്രസംഗിക്കപ്പെടാൻ മാത്രമുള്ള ഒരു സബ്ജക്റ്റ് അല്ല, പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ളൊരു അനുഗ്രഹം കൂടിയാണെന്ന് യേശു ക്രിസ്തു കാണിച്ചു തന്നു. അവൻ അവസാനം വരെ അവന്റെ ഉള്ളവരെ സ്നേഹിച്ചു എന്ന് തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തില് നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും പ്രായോഗിക തലത്തിൽ നമ്മുടെ ഉപദേശത്തോട് എപ്രകാരം യോജിച്ചു പോകണം എന്നുള്ളതിന്റെ പ്രത്യക്ഷമാകുന്ന ഒരു പ്രബോധനം നൽകുന്ന പ്രബോധകനായി യാക്കോബിന്റെ ലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തു വിരാജിക്കുന്നു.